നമസ്കാരം. മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മീനമാസം 1-ാം തീയതിയാണ്. ഞങ്ങൾ പതിവിൽ നിന്നും വിപരീതമായിട്ട് 1-ാം തീയതി തന്നെ ഗുരുവായൂരമ്പലത്തിലേക്ക് പോവുകയാണ്. സാധാരണ രീതിക്ക് 2-3 മാസം കൂടുമ്പോൾ ഞങ്ങൾ ഗുരുവായൂർ സന്ദർശിക്കാറുണ്ടെങ്കിലും 1-ാം തീയതി തിരക്കൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാറേയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറേ ദിവസമായിട്ട് കരുതുന്നു ഗുരുവായൂരപ്പനെ ഒന്ന് പോയി കാണണം എന്നുള്ളത്. അപ്പോൾ എല്ലാം കൂടി വന്നപ്പം അത് 1-ാം തീയതിയായി. അപ്പോൾ പിന്നെ എന്തായാലും പോയേക്കാന്നായി. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫാമിലി മൊത്തം ഉണ്ട്. അതായത് ഞാനും ഏട്ടനും അച്ഛനും അമ്മയും പോപ്പിയും ഉള്ള ഞങ്ങളുടെ കുഞ്ഞു ഫാമിലി. പോപ്പിയുമായിട്ടുള്ള എല്ലാ യാത്രകളും ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യലാണ്. പോപ്പിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ആള്. അവൾക്ക് വേണ്ടി അവളെ കൊണ്ടുപോകുന്ന പോലെയാണ് അവൾക്ക് തോന്നുന്നത്. സാധാരണ ഞങ്ങൾ എപ്പോഴും ഗുരുവായൂർ സന്ദർശിക്കാറുള്ളത് വൈകുന്നേരങ്ങളിലാണ്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2-2:30 മണിയാകുമ്പോൾ നമ്മൾ ഇറങ്ങും. എന്നിട്ട് ഏകദേശം ഒരു 4 മണിക്ക് എത്താൻ പാകത്തിനാണ് ഞങ്ങൾ അവിടെ പോകാറ്. ഈ വട്ടം പോയപ്പം ഒരുപാട് ഡീവിയേഷൻസും റോഡ് ബ്ലോക്കും ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് വഴിയാകെ മാറിപ്പോയി. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കാണാത്ത വഴികളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. എന്നാലും ഒരു 30 മിനിറ്റ് വ്യത്യാസത്തിലാണെങ്കിൽ പോലും ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. പക്ഷേ കാണാത്ത വഴികളായതുകൊണ്ട് രസമായിരുന്നു. നമ്മൾ നല്ല എൻജോയ് ചെയ്ത് പോയി. അതിനിടയിൽ ഞങ്ങൾക്ക് ഒരുപാട് വിശന്നപ്പോൾ അവിടെ ആ ഭാഗത്ത് ഒരുപാട് വഴിയോര കടകൾ കണ്ടു. ഈ ബജിയും അതുപോലെ ഉഴുന്നുവടയും അങ്ങനെ ഓരോരോ കടകളിലും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളായിരുന്നു. അങ്ങനെ മുണ്ടൂര് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ബജിക്കട കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് പോയി. ഗുരുവായൂർ പ്രതീക്ഷേനേക്കാളും 30 മിനിറ്റ് ലേറ്റ് ആയെങ്കിലും അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിലെത്തി. പോപ്പീനെ അച്ഛനും അമ്മയ്ക്ക് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ആദ്യം പോയി തൊഴാമെന്ന് വിചാരിച്ചു. ശേഷം ഞങ്ങൾക്ക് പോയി അവളെ നോക്കാമല്ലോ, അവർക്ക് സമയം എത്ര വേണമെങ്കിലും എടുക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ നമുക്കൊരു വല്ലാത്ത വൈബാണ്. എനിക്കറിയില്ല എങ്ങനെ ഞാൻ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. എനിക്ക് വളരെ സന്തോഷമാണ് ഗുരുവായൂർ പോവുക, അവിടെയുള്ള ആ തിരക്ക് കാണുക, ഗുരുവായൂരപ്പനെ കാണുക, എല്ലാം ഞങ്ങൾക്ക് സ്പെഷ്യലാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ വഴിക്കൂടെ നടക്കുകയാണ്. ഒരുപാട് ഉത്സവ സമയമാട്ടോ അത്. സത്യത്തിൽ അത് 2ാമത്തെ ഉത്സവ ദിവസമോ മറ്റോ ആണ്. 1-ാം തീയതി ആയതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ അവിടെ ഉത്സവത്തിന് കൊടിയേറിയത് കൊണ്ടും തിരക്ക് അത്യാവശ്യം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. എന്നാലും 1-ാം തീയതി പോകുമ്പോൾ ഉണ്ടാവുന്ന വൈബ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ട് അതും കൂടി ഒന്ന് കാണാം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അന്നേ ദിവസം തന്നെ എടുത്തത്. വഴിയിലുള്ള എല്ലാ കടകളും കണ്ട് പോകാൻ വലിയ ഇഷ്ടമാണ്. അതുപോലെ ഈ കടയൊക്കെ കാണുമ്പോൾ എന്ത് രസമല്ലേ. ഗുരുവായൂരപ്പനും ഓരോ രീതിയിലും പിന്നെ അതുപോലെ തന്നെ നെറ്റിപ്പട്ടവും എല്ലാം രസമാണ്. ഞങ്ങൾ എപ്പോൾ പോയാലും ആ ഭാഗത്ത് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കുറേ നേരം നിൽക്കും. പറ്റിയാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് വാങ്ങിക്കും. പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നും സമയം ചെലവഴിച്ചില്ല. കാരണം അച്ഛനും അമ്മയ്ക്കും വരണം, അമ്പലത്തിൽ തൊഴണം. അപ്പം ഞങ്ങൾ പോയിട്ട് വേണം അവർക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ അമ്പലത്തിലേക്ക് കയറുകയാണ്. സാധാരണയെന്ന് കവിഞ്ഞ് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയൊന്നും തിരക്ക് കണ്ടിട്ടില്ല ഇതുവരെ ഈ ഒരു സമയത്ത്. അപ്പോൾ എന്നാലും കാണേണ്ട കാഴ്ചകളൊക്കെ കാണാതെ എങ്ങനെയാ ഒന്ന് അവിടെ നിന്ന് പോരുക. ഞാൻ എൻ്റെ സാധാരണ റുട്ടീൻ പരിപാടികൾ ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോരോ കമ്മലും മാലയും വളയും ഒക്കെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ ഒരുപാട് വാഹനപൂജകളും അന്നേ ദിവസം നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് കുറച്ച് കൂടുതലായിരുന്നു. 1-ാം തീയതി ആയതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കണം. പിന്നെ അതുപോലെ നല്ല തിരക്കുണ്ട്. ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോകുമ്പം ഒരു വല്ലാത്ത വൈബാണ്. ക്യൂ കണ്ടോ? ക്യൂ ഒരുപാടുണ്ട്. നമ്മൾ ഈ സാധാരണ ഈ ഭാഗത്തൊന്നും ക്യൂ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ഇവിടെ തുടങ്ങിയ ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരക്കായതുകൊണ്ട് ഉണ്ടായിരുന്ന കുറച്ച്, നമുക്കറിയാമല്ലോ തിരക്കുണ്ടാകുമ്പോൾ എന്തോരം ബുദ്ധിമുട്ടുണ്ടാവുന്നു. ആദ്യ കാലങ്ങളിലെല്ലാം ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ വരാറുള്ളത് രാവിലെ സമയത്തായിരുന്നു. വെയിലിൻ്റെ ചൂടും ആളുകളുടെ തിരക്കും കൊണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസം തോന്നി എന്നാ ഒന്ന് വൈകുന്നേരം നേരത്തെ പോയാലോ എന്ന്. അങ്ങനെ അന്ന് മുതൽ ഒരു വർഷക്കാലമായിട്ട് ഞങ്ങൾ ഗുരുവായൂരമ്പലത്തിൽ വരണത് ഈ വൈകുന്നേരങ്ങളിലാണ്. വൈകുന്നേരങ്ങളിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. ദീപാരാധനയുടെ ദീപക്കാഴ്ചകളും അതുപോലെ മൊത്തത്തിൽ അലങ്കാരങ്ങളും എല്ലാം ഞങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സമയമാണ് ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം. വൈകുന്നേരം സമയത്ത് സത്യത്തിൽ ക്ഷേത്രം നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഇതുപോലത്തെ ഇലുമിനേഷനൊക്കെ ചെയ്തിട്ട്. പക്ഷേ പതിവിൽ കവിഞ്ഞ് ഇന്ന് അധികമായിട്ട് ഒരുപാട് ഇലുമിനേഷൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തു എന്ന് തോന്നുന്നു. ഉത്സവത്തോടനുബന്ധിച്ചാവണം. അതുപോലെ തന്നെ ഞങ്ങൾ ഉത്സവത്തിന്
കാണുന്ന ഒരു കൗതുകകരമായ ഒരു കലാരൂപമാണ് അവിടെ കാണുന്നത്. ഞങ്ങൾ വേറെ ആളുകളോട് ചോദിച്ചപ്പം കണ്ണൂരിൽ നിന്ന് വന്ന ഒരു ടീമാണ് ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞു. പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബിലോ. ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നേരം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കുറച്ചുകൂടി കൂടുതൽ സ്റ്റേജുകളിലൊക്കെ പരിപാടികളൊക്കെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു. തിരക്കും അതനുസരിച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. സന്ധ്യ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തിക്കും തിരക്കുമായി എന്ന് തന്നെ പറയാം. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ട് അവിടെ ഒന്ന് നമുക്കൊരു ഫീലാണ്. ആ ഭാഗത്തൊന്ന് പോയി നിൽക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എല്ലാം ഒരു ഫീലാണ്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും തൊഴാനായിട്ട് പോയി. അവർ ഏകദേശം ഒരു മണിക്കൂറേ അവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അവർ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങൾ ഏകദേശം 9 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴി തന്നെ തൃശ്ശൂർ പുഴയ്ക്കലെത്തിയപ്പോൾ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അറേബ്യൻ ട്രീറ്റ്സ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കണ്ടു. അതുപോലെ അവിടെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ രചന വിഷ്ണു എന്ന് പറയുന്ന 2 വെരി പോപ്പുലർ ആയിട്ടുള്ള റീൽസിലൊക്കെ കാണുന്ന യൂട്യൂബേഴ്സിനെ ഞങ്ങൾ കണ്ടു, മീറ്റ് ചെയ്തു, സംസാരിച്ചു. വളരെ നന്നായിട്ട് അവർ ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങളുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അത് ഞങ്ങളുടെ ഷോർട്സിൽ വരുന്നുണ്ട്. പിന്നെ അറേബ്യൻ ട്രീറ്റ്സിൽ എന്താ കഴിച്ചതെന്ന് വെച്ചാൽ അവിടെ ഫേമസ് അൽഫാം മന്തിയാണെന്ന് അറിഞ്ഞു. അതും എനിക്ക് ഇവർ തന്നെയായിട്ട് രചന വിഷ്ണു അവരാണെയാണ് പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. നല്ല രസമുള്ള ഒരു മന്തിയായിരുന്നു. ഞാനും അച്ഛനും അമ്മയും ഏട്ടനും പോപ്പിയൊക്കെ കൂടി അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അൽഫാം മന്തി ആട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. നന്നായിരുന്നു അത്. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ ഒരു ദിവസം ഞങ്ങൾ വളരെ സന്തോഷപരമായിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. തിരിച്ച് ഞങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം 12 മണിയോടുകൂടി ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ഒരു നല്ലൊരു ദിവസം അവിടെ അവസാനിച്ചു. ഈ ഒരു ചെറിയ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള മൈ വ്യൂസ് ബൈ ലക്ഷ്മിയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വ്ലോഗ് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.